ശ്ലീഹാകാലം ഒന്നാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജീവന്റെ അപ്പം. സുവിശേഷങ്ങളിലെ ആഴമുള്ള സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം, പ്രത്യേകിച്ച് 6-ാം അധ്യായം. ആകാശത്തിന്റെ വിഹായസിൽ പറന്നു നടക്കുന്ന കഴുകന്റെ അടയാളം ഈ സുവിശേഷത്തിന് നൽകിയിരിക്കുന്നത് ഈ ഗഹനമായ ചിന്തകളാലാണ്. യേശു ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കുന്നതിന് 7 അത്ഭുതങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുക. ഈ അത്ഭുതങ്ങളെ സ്വർഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങൾ എന്നാണ് യോഹന്നാൻ പറയുക. അത്ഭുതങ്ങൾ ഈ ലോകത്തിലെ ലൗകിക ജീവിതത്തിന് മാത്രം ഉപകരിക്കുമ്പോൾ, അടയാളങ്ങൾ ഈ ജീവിതത്തിനപ്പുറമുള്ള അനശ്വര ജീവനെക്കുറിച്ചുള്ള ചൂണ്ടുവലകയാണ്. 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതും വെള്ളത്തിനു മീതെ നടക്കുന്നതും അവന്റെ അലൗകികമായ സ്വഭാവത്തെ വിളിച്ചോതുന്ന അടയാളങ്ങളായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. തുടർന്ന് അലൗകികനായ താൻ ലോകത്തിന്റെ ആത്മാവിന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന അപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഇത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതായതുകൊണ്ടും വിശ്വാസം ജനിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള മുന്നടയാളമായിട്ടാണ് അവൻ അപ്പം വർദ്ധിപ്പിച്ചതും വെള്ളത്തിനു മീതെ നടന്നതുമെല്ലാം. എന്നാൽ അവന്റെ ശിഷ്യരിൽ പലരും അവനെ ഉപേക്ഷിച്ചു പോയി. പരസ്പരം പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? മന്ന നശ്വരമായ ശരീരത്തിന് മാത്രം ഉപകരിക്കുന്നതാണെങ്കിൽ അവൻ നൽകുന്ന ജീവന്റെ അപ്പം ആത്മാവിന് ഉപകരിക്കുന്നു. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല.